Boche Gold and Diamonds. Buy now, pay later. വാടനാംകുശി മേൽപ്പാല വിഷയം നിയമസഭാ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച് മുഹമ്മദ് മൂസിൻ MLA-യും പി മമ്മിക്കുട്ടി MLA-യും മേൽപ്പാലത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചാണ് MLA-മാർ സബ്മിഷൻ അവതരിപ്പിച്ചത്. മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് മറുപടി നൽകി. അതിലൊന്ന് വാടനാംകുശി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പുഴയിൽ ടെൻഡർ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുകയാണ്. കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ വാടനാംകുശി കുറച്ച് സ്ലോ ആണ്. അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം. അതോടൊപ്പം ഈ 3 ഫ്ലൈ ഓവറുകളിലും ഭാവിയിൽ അതിന്റെയൊക്കെ താഴെ വി പാർക്ക് ഉണ്ടാക്കാനും അതുപോലെ വല്ലപ്പുഴയിൽ ടൗണിനെ അത് ബാധിക്കാതിരിക്കാൻ ടൗൺ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും അങ്ങ് തയ്യാറാകുമോ എന്നാണ് എന്റെ ചോദ്യം. വേഗത്തിലാക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. പാലക്കാട് പൊന്നാനി റോഡിലുള്ള വാടാനക്കുറിശി റെയിൽവേ മേൽപ്പാലം എന്നേക്കൾക്ക് പൂർത്തിയാകും എന്നുകൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ വാടാനംകുറിശി ഉൾപ്പെടെയുള്ള റെയിൽവേ മേൽപ്പാലങ്ങളുടെ റിവ്യൂ നടത്തി അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് സാർ. കിഫ്ബി വഴി 34 കോടി രൂപ ചെലവഴിച്ചാണ് വാടനാംകുശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന് 680 മീറ്റർ നീളത്തിലും 10.5 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട്. 13 തൂണുകളാണ് ഉള്ളത്. 3 വർഷം മുൻപാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് വാഗ്ദാനമുണ്ടായതെങ്കിലും എന്ന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നറിയാതെ പ്രവൃത്തി നീളുകയാണ്. ഓക്കെ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.